എല്ലാവർക്കും ടാലന്റ് ഹണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ പാഠം 3 കോഴിക്കട്ടയിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ കുറേ വീഡിയോകളിലായിട്ട് നമ്മൾ കോഴിക്കട്ടയിൽ വിവിധ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അനുഭവക്കുറിപ്പ്, വർണ്ണന, കത്ത്, അതുപോലെ തന്നെ ആസ്വാദനക്കുറിപ്പ്, അങ്ങനെ വിവിധ തരത്തിലുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതുപോലെയുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നത്. നിങ്ങളുടെ യൂണിറ്റ് ടെസ്റ്റ് ആയാലും ഓണപരീക്ഷ അങ്ങനത്തെയുള്ള പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഇവിടെ ആദ്യത്തെ ചോദ്യം എന്താണ്? വർണ്ണനയാണ് അല്ലേ. സോ ചോദ്യം നോക്കൂ. കോഴിക്കട്ട എന്ന കവിതയിൽ നാട്ടിൻ പുറത്ത് ഒരു മഴക്കാലത്തിൻ്റെ മനോഹരമായ ചിത്രമുണ്ട്. കവിതയിലെ വരികളിലെയും നിങ്ങളുടെ ഭാവനയെയും മുൻനിർത്തി നാട്ടിൻ പുറത്തെ ഒരു മഴക്കാലം എന്ന വിഷയത്തിൽ ഒരു വർണ്ണനാക്കുറിപ്പ് തയ്യാറാക്കുക. നാട്ടിൻ പുറത്തെ മഴക്കാലം, അതാണ് നമ്മുടെ ടോപ്പിക്ക്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വർണ്ണനയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. വർണ്ണന എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം നാട്ടിൻ പുറത്തെ മഴക്കാലം എന്ന് പറയുന്ന ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാവും. അതിനെങ്ങനെ വർണ്ണിച്ച് എഴുതാം. ഓക്കെ, കുറച്ചും കൂടി നമ്മൾ അതിലെ കാര്യങ്ങളൊക്കെ നല്ല നല്ല പദപ്രയോഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് എന്താക്കണം, വർണ്ണിച്ച് എഴുതണം. ഇവിടെ കൊടുത്തത് നോക്കൂ. നാട്ടിൻ പുറത്തെ കനത്ത മഴക്കാലം, അതാണ് നമ്മുടെ ഹെഡിങ്. ഇടതടവില്ലാതെ പെയ്യുന്ന കർക്കട പെയ്ത്താണ് നാട്ടിൻ പുറത്തിൻ്റെ സൗന്ദര്യം. കവിതയിൽ കവി വിവരിക്കുന്നത് പോലെ ഇടവഴികളും വയൽവരമ്പുകളും വെള്ളത്തിൽ മുങ്ങുന്ന ഒരു കാലമാണത്. കനത്ത ഇടിമിന്നലോടെ ആകാശത്ത് കരിമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു. കാറ്റിൻ്റെ താളത്തിനൊത്ത് തെങ്ങുകളും മരങ്ങളും തലയാട്ടി നൃത്തം ചെയ്യുന്നു. പറമ്പിലെ കുളങ്ങളും തോടുകളും കരകവിഞ്ഞൊഴുകുകയാണ്. വയലുകളിൽ പണിയെടുത്തു മടങ്ങുന്ന കർഷകർ തലയിൽ പാള കൊണ്ടുണ്ടാക്കിയ കോരമ്പകൾ ചൂടി വടിയും മൂന്നി നടന്നു നീങ്ങുന്നു. ഇലച്ചാർത്തുകളിൽ നിന്നും വീഴുന്ന വലിയ മഴത്തുള്ളികൾ മണ്ണിൽ തട്ടി മൺമണം ഉയർത്തുന്നു. കുട്ടികൾ വീടിൻ്റെ ഇറയത്തിരുന്ന്, അതായത് മുന്നിലിരുന്ന് മഴയുടെ സംഗീതം ആസ്വദിക്കുകയും വെള്ളച്ചാലുകളിൽ കടലാസ തോണികൾ ഒഴുകുകയും ചെയ്യുന്നു. തണുത്ത കാറ്റും കനത്ത ഇരുട്ടും പടരുമ്പോൾ അടുക്കളയിൽ നിന്നും അമ്മ ഉണ്ടാക്കുന്ന ചൂടുള്ള നാടൻ പലഹാരങ്ങളുടെ മണം ഉമ്മറത്തേക്ക് പടരുന്നു. പ്രകൃതി മുഴുവൻ പച്ചപ്പണിന് കുളിച്ചു നിൽക്കുന്ന നാട്ടിൻ പുറത്തെ മഴക്കാലം നന്മയുടെയും സ്നേഹത്തിൻ്റെയും സുന്ദരമായൊരു കാഴ്ചയാണ്. ഇത്തരത്തിലുള്ള വർണ്ണന നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വർണ്ണനകളും ആസ്വാദനക്കുറിപ്പും അതുപോലെ തന്നെ കഥാപാത്ര നിരൂപണം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കഥാപാത്ര നിരൂപണം നിങ്ങൾ പോയി കാണണം കേട്ടോ. അത് നിങ്ങൾ എക്സാമിനൊക്കെ ചോദിക്കാം. നമ്മൾ വലിയമ്മയുടെ, അതായത് നമ്മുടെ കോഴിക്കട്ട എന്ന പാഠത്തിൽ വലിയമ്മയെക്കുറിച്ച് പറയുന്നില്ലേ, ആ വലിയമ്മയുടെ കഥാപാത്ര നിരൂപണം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ പഠിക്കണം. ഇനി നമുക്ക് അടുത്ത ചോദ്യം വരുന്നത് അനുഭവക്കുറിപ്പാണ്. ചോദ്യം എന്താണ്? കുട്ടിക്കാലത്ത് മുത്തശ്ശി കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തന്ന പലഹാരങ്ങൾ കഴിച്ചതിൻ്റെയോ അല്ലെങ്കിൽ അമ്മയോ മുത്തശ്ശിയോ നിങ്ങളോട് കാണിച്ച വലിയൊരു സ്നേഹത്തിൻ്റെയോ അനുഭവം വിവരിച്ച് അനുഭവക്കുറിപ്പ് തയ്യാറാക്കുക. ഈ അനുഭവക്കുറിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എഴുതുന്നല്ലേ, നമ്മൾ അനുഭവത്തിൽ നിന്ന് എഴുതുന്ന കാര്യമാണ് അനുഭവക്കുറിപ്പ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓർമ്മയിലെ ചക്കയുടെ മണം. എൻ്റെ 10ാം വയസ്സിൽ നടന്നൊരു സംഭവമാണിത്. അന്ന് സ്കൂൾ പൂട്ടി നല്ല മഴയുള്ള ഒരു ശനിയാഴ്ചയായിരുന്നു. കനത്ത തണുപ്പ് കാരണം ഞാൻ വീടിൻ്റെ ഉമ്മറത്ത് പുതച്ചു മൂടിയിരിക്കുകയായിരുന്നു. കറണ്ട് പോയതിനാൽ വീട് ആകെ ഇരുട്ടിലായിരുന്നു. വിശപ്പ് കാരണം എൻ്റെ വയർ അലറാൻ തുടങ്ങിയപ്പോഴാണ് അടുക്കളയിൽ നിന്നും ഒരു മനോഹരമായ സുഗന്ധം വമിച്ചത്. ഞാൻ പതുക്കെ അടുക്കളയിലേക്ക് നടന്നു. അവിടെ എൻ്റെ പ്രിയപ്പെട്ട മുത്തശ്ശി വിറകടുപ്പിൻ്റെ പുകയേറ്റ് കണ്ണു ചുവന്ന് ചുമച്ചുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചക്കയട ഉണ്ടാക്കുകയായിരുന്നു. കയ്യിൽ പൊള്ളലേറ്റിലും മുത്തശ്ശി അതൊന്നും വകവയ്ക്കാതെ അടച്ചുടാൻ പാടുപെടുകയായിരുന്നു. ചൂടുള്ള ഇലയട എൻ്റെ കൈകളിലേക്ക് തരുമ്പോൾ മുത്തശ്ശിയുടെ മുഖത്തുണ്ടായ പുഞ്ചിരി ഞാൻ ഇന്നും മറക്കില്ല. ആ അടയ്ക്ക് അമൃതത്തിൻ്റെ രുചിയായിരുന്നു. സ്വന്തം സുഖങ്ങൾ നോക്കാതെ മക്കൾക്കും പേരക്കുട്ടികൾക്കും വേണ്ടി കഷ്ടപ്പെടുന്ന മുത്തശ്ശിയുടെ ആ വലിയ സ്നേഹം എൻ്റെ ഉള്ളിൽ എന്നും തിളങ്ങി നിൽക്കുന്ന മധുരമുള്ള ഒരു അനുഭവമാണ്. സോ ഇത്തരത്തിലുള്ള ഒരു അനുഭവക്കുറിപ്പ് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. പിന്നെ ഈ വീഡിയോയിൽ നമ്മൾ വർണ്ണനയും അനുഭവക്കുറിപ്പും മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ആസ്വാദനക്കുറിപ്പും അതുപോലെ തന്നെ വിശദീകരണക്കുറിപ്പിനെ കുറിച്ചൊക്കെ നോക്കുന്നതാണ്. പിന്നെ വരികളുടെ അർത്ഥം, ആശയം, അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കും. ഈ വീഡിയോ നമ്മൾ അത്ര ലെങ്തി ആക്കുന്നില്ല. അപ്പം നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പഠിച്ചു പോവുക. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്